ശബ്ദത്തിന്റെ രഹസ്യം ഇതാണല്ലേ. 56 വയസ്സിലും 16-കാരനെ പോലെ പാടുന്നതിന്റെ രഹസ്യം. ഓക്കേ. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാല് ഒരൊറ്റ മൂലിയാണ്. നിങ്ങൾ ശബ്ദം നന്നാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ, ഗ്യാസ് ട്രബിൾ ഉള്ളവരാണോ, അപ്പൊ ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ ഒരു നാരങ്ങ, ഇഞ്ചി, പിന്നെ തേൻ, ഈ 3 ഐറ്റംസ് ആണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ നമ്മളിത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇത് നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന ഇതിൻ്റെ നീരാണ്. ഇഞ്ചി നീരും നാരങ്ങ നീരും പിന്നെ തേനുമാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയത്? ഇത് ഒരു നാരങ്ങയുടെ ഒരു പകുതി, അതായത് പകുതി അത് പിഴിയുമ്പോൾ ഒരു സ്പൂൺ ഉണ്ടാവും. അതിലെ കരികളൊക്കെ കളഞ്ഞിട്ട് അതിന്റെ നീര് മാത്രം അരിച്ച് ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ്സിൽ വെക്കുക. പിന്നെ അതേപോലെ ഒരു പീസ് ഇഞ്ചി, 3/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം, അത് ചതച്ചിട്ട് അതിൽ വെള്ളം ചേർക്കരുത്, ചതച്ച് നീരെടുക്കുക. നീരെടുത്തിട്ട് അതും പിഴിഞ്ഞ് ഈ ഒരു സ്പൂൺ കണക്കാക്കി ഗ്ലാസ്സിൽ ഒഴിക്കുക. അതിനുശേഷം അതേപോലെ ഒരു സ്പൂൺ തേൻ, നാടൻ തേനും കിട്ടും, ഏത് തേനും ഉപയോഗിക്കുക. ആ തേനും മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ ദിവസം ഒരു പ്രാവശ്യം ഭക്ഷണത്തിന് ശേഷം കഴിക്കണം. വെറും വയറ്റിൽ കഴിക്കരുത്, നമുക്ക് വയറ് കത്തും. എല്ലാ ദിവസവും ഭക്ഷണത്തിന് ശേഷം ഡെയിലി ഒരു പ്രാവശ്യം ഈ നീര് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ഗ്യാസ് ട്രബിള് കുറയും. അത് അനുഭവമാണ് എനിക്ക് തന്നെ. ഞാൻ 2 പ്രാവശ്യം കഴിച്ചിട്ട് ഗ്യാസ് ട്രബിൾ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ശബ്ദം നല്ലതായിരിക്കും. പാട്ട് പാടുന്ന ആളുകൾ ഇത് ക്ലിയർ ആകും. തൊണ്ടവേദന, അതുപോലെ നമുക്ക് വയറിനൊക്കെ നല്ലതാണ്. ഇഞ്ചി എന്ന് വെച്ചാൽ മെയിൻ സാധനമാണ്. ഇഞ്ചി, തേൻ, നാരങ്ങ, ഇത് 3ഉം കൂടിയുള്ള ഒരു ഔഷധം. ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് നമുക്ക് വീടുകളിൽ ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇത് പരീക്ഷിച്ചു. നമ്മള് ഇത് പാട്ട് പാടുന്നവർക്കും ഇഷ്ടമായിട്ടാ. ഞാൻ അത്യാവശ്യം പാട്ട് പാടുന്നതാണ്. അപ്പൊ ഇതൊരു ഗായകനാണ്. ഒരു ചാനലുണ്ട്, എന്റെ ചാനലിന്റെ പേര് മ്യൂസിക് ബോക്സ്. നിങ്ങളെല്ലാവരും ഒന്ന് അത് കയറി കാണുക. എന്റെ പാട്ട് ശബ്ദം. എനിക്കിപ്പോ 56 വയസ്സായി. ഞാൻ ജോലിയിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയതിനു ശേഷമാണ് ഇപ്പൊ പാട്ട് ഒരു ചാനലുണ്ട്. ഒരു പാട്ട് എനിക്ക് പണ്ട് ഇഷ്ടമായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ കഴിവുകൾ എല്ലാവരിലും എത്തിക്കണം. നമ്മളൊരു ഗായകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പാട്ടുകൾ മറ്റുള്ളവർ കേട്ട് അഭിപ്രായം പറയുക. എന്നാലും നമുക്ക് ഒരു ഗായകനെ കിട്ടുന്ന സപ്പോർട്ടാണ്. അതൊരു ഒരു നമുക്കൊരു സന്തോഷം. ആളുകളെ നല്ലതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. അതിനുവേണ്ടി ഞാൻ പറയാമല്ല, വേറെ അത് പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളോടുകൂടില്ല. എൻ്റെ ഒരു ഇഷ്ടങ്ങൾ അറിയാവുന്ന കുറേ പാട്ടുകളുണ്ട് കുഞ്ഞിലാണെങ്കിൽ പാടുന്ന. അതെല്ലാം ഒന്ന് മൂളി അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പൊ യൂട്യൂബിൽ കൂടി കിട്ടിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് കേട്ട് നോക്കുക. അപ്പൊ നമ്മൾ ഈ ഒറ്റമൂലി ഇതാണ് സ്പെഷ്യലായിട്ട് നമ്മൾ കഴിക്കുന്നത്. ഈ ഒരു സംഭവം ദിവസം ഒരു പ്രാവശ്യം കേട്ടോ. 56 വയസ്സിലും ഈ ശബ്ദം നിങ്ങളൊന്നും ശബ്ദം നന്നാകാനായിട്ട് ഇതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായം കമന്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, വേറെ വല്ലതും പറയണ്ട. അതൊന്നും പറയാനില്ല. ഹാപ്പി, എല്ലാവരും എൻജോയ് ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.